നമസ്കാരം, സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കണ്ണാടിയൊക്കെ വെച്ചത് സ്റ്റൈലിനല്ല. ഈ മൊബൈൽ നോക്കുമ്പോൾ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിൽ ഒരുപാട് കൊണ്ടാൽ നമ്മുടെ കണ്ണില് ഉറക്കത്തൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞ് നമ്മുടെ ഉറക്കത്തിന്റെ ആഴത്തിനെ ബാധിക്കുന്ന കേട്ടിട്ട് ഭ്രാന്ത് പിടിക്കണ്ടില്ലേ. അങ്ങനെ എന്തൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞ് വെച്ചിട്ടുള്ളതാണ് ഈ കണ്ണാടി. ടെക്നോളജിയുടെ ഒരു പോക്കിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു. ബ്ലൂ ലൈറ്റിനെ, അത് മൊബൈലിൽ നിന്ന് വരുന്ന ലൈറ്റിനെ കട്ട് ചെയ്യാൻ ഒരു കണ്ണാടി, അതിങ്ങനെ ഒരുപാട് കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ഉറക്കത്തെ അത് ബാധിക്കുന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, AI എന്ന് പറയുന്നത്. ഇപ്പൊ US ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു ട്രെയിനിങ് സെഷന് കൊളംബിയ യൂണിവേഴ്സിറ്റി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രൊഫസേഴ്സ് ഈ AI വരാൻ പോകുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെ പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നത്, നമ്മളിപ്പോ ChatGPT അതുപോലുള്ള AI ആപ്പുകൾക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അത് നമ്മൾ ഞെട്ടിക്കുന്ന റിസൾട്ടുകൾ കൊണ്ടുവരും. അവർ പറഞ്ഞത്, ഗ്രേറ്റ് വാളിനെ കുറിച്ച് ഒരു കവിത എനിക്ക് എഴുതി തരിക, അതിനകത്ത് ഒരു ഇമോഷൻസ് ഉണ്ട്. ആ ഗ്രേറ്റ് വാൾ പണിതപ്പോ മരിച്ചുപോയ ആളുകളുടെ ഒരു വേദനയെ കുറിച്ചൊക്കെ പറയുന്ന റൈം ഉണ്ടാവണം, വാൾ ഹോൾ എന്നൊക്കെ പറഞ്ഞൊരു റൈം വരുന്ന ഇമോഷണലി സ്പാൻഡ് ആയിട്ടുള്ള ഒരു കവിത എഴുതിത്തരാൻ പറഞ്ഞപ്പോ ഗംഭീര ഒരു കവിത ഈ ChatGPT ഉണ്ടാക്കി തന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ പേടിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് അങ്ങനെ കവിത, നിങ്ങൾ ഗൂഗിളിൽ ആ കവിത ചെയ്താൽ ആ ഒരൊറ്റ കവിത ഉണ്ടാവുള്ളൂ. അതിന്റെ കോപ്പിറൈറ്റ് ഇൻസ്ട്രക്ഷൻ ആർക്കാണോ കൊടുത്തത് അയാളുടെ പേരിലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കവിത എഴുതാൻ വലിയ സ്കില്ലൊന്നും ഇല്ലെന്ന് കരുതുക, നിങ്ങൾ ChatGPT എടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അത് കൃത്യമായിട്ടും പ്രിസൈസ് ആയിട്ടും രസകരമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. AIയുടെ ഏറ്റവും വലിയ, അത് ഉപയോഗിക്കുന്ന ആൾക്ക് വേണ്ട ഏറ്റവും വലിയ സ്കിൽ എന്ന് പറഞ്ഞാൽ നല്ലപോലെ പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന ആളായിരിക്കും. നിങ്ങൾ പണ്ടത്തെ കാലത്ത് ആലോചിച്ച് നോക്ക്, ഒരു കമ്പനിയിൽ ട്രെയിനിങ്ങിന് വേണ്ടി വരുന്നു നമ്മുടെ ബോസ് എത്ര കൃത്യമായിട്ടാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ റിസൾട്ടും പ്രൊഡക്ടിവിറ്റിയും. എന്ന് പറഞ്ഞ പോലെ ഒരു മെഷീന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റിയാൽ കിട്ടില്ല. നിങ്ങൾക്കൊരു കവിതാ പുസ്തകം പബ്ലിഷ് ചെയ്യാം, അതിന്റെ കോപ്പിറൈറ്റ് എടുക്കാം, നല്ല കഥകൾ എഴുതാം. ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ 3 പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത്, ഒന്ന് ഇംഗ്ലീഷിലും 2 മലയാളത്തിലും. എൻ്റെ 2 പുസ്തകത്തിലെ ഡാറ്റ മുഴുവൻ ഈ AIക്ക് കൊടുത്തിട്ട് എനിക്ക് ജോസഫ് എഴുതുന്ന പോലത്തെ ഒരു കഥ എഴുതി തരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അതേ സ്റ്റൈലും, ഇപ്പൊ 2 ബുക്കിൽ ഏറെക്കുറെ ഒരേ സ്റ്റൈലാണെങ്കിൽ ഞാൻ എഴുതുന്ന പോലെ തന്നെയുള്ള കഥകൾ, ഫ്രഷ് ആയിട്ട് ഇതുവരെ കേൾക്കാത്ത കഥ AI നമുക്ക് ചെയ്തു തരും. നമ്മളന്ന് ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറോട് ചോദിച്ച കാര്യം, ഇതിനെന്താണ് പ്രതിവിധി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവർ പറഞ്ഞൊരു കുട്ടി എക്സാമ്പിളാണ്, ഒരു വര ഇങ്ങനെ ബോർഡിൽ വരച്ചിട്ട് ഈ വരയെ തൊടാതെ ഈ വരയെ ചെറുതാക്കാൻ പറ്റൂ. പണ്ടത്തെ കഥയാണത്. ഒരു വര വരയ്ക്കുന്നു, ഈ വരയമെ തൊടാണ്ട് ഈ വരയെ ചെറുതാക്കാൻ പറ്റൂ. നമ്മളിങ്ങനെ ആലോചിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും? അവർ പറയുന്നു, അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ വരയ്ക്ക് താഴെ അതിലും വലിയൊരു വര വരയ്ക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വര ചെറുതാവും. അവർ നമ്മളോട് പറഞ്ഞ കാര്യം, യു ഷുഡ് ബിക്കം ബെറ്റർ ദാൻ AI. ജോസഫ് പുസ്തകം എഴുതുന്ന ഒരാളാണെങ്കിൽ ആദ്യത്തെ ബുക്ക് ഇപ്പോൾ ഓട്ടോബയോഗ്രഫി ആണെങ്കിൽ 2ാമത്തെ ഫിക്ഷൻ ആയിരിക്കണം, 3ാമത്തെ നോവൽ ആയിരിക്കണം, 4ാമത്തെ ചെറുകഥകളായിരിക്കണം, 5ാമത്തെ ഓർമ്മക്കുറിപ്പുകളായിരിക്കണം. അതായത് AIക്ക് പിടുത്തം കിട്ടാത്ത രീതിയിൽ നിങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇത് AIയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിന്റെ ഏതൊരു കാര്യത്തിലാണെങ്കിലും യു ഷുഡ് ബിക്കം ബെറ്റർ ദാൻ യുവർ കോമ്പറ്റീറ്റർ. ഞങ്ങൾ റേഡിയോ മിർച്ചി എന്ന് പറയുന്ന സ്ഥാപനം, ഒരുപാട് FMs ഉണ്ട്. ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അതിനൊരു, ഈ റഹ്മാൻ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ടതാണ്. ഈഗോ ഉണ്ടെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആർട്ടിൽ ഈഗോ ഉണ്ടെന്നാണ്. ആർട്ടിൽ, അത് എന്റെ പോലെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന വേറെ ആളോട് എനിക്ക് ഈഗോ ഇല്ല, പക്ഷെ അയാളൊരു കിടിലം ഒരു മ്യൂസിക് പീസ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു സാധനം ചെയ്യണ്ടേ, ആ ഈഗോ നല്ലതാണ്. അല്ലാതെ അവനേക്കാളും മോളോട് എനിക്ക് കയറണം എന്നുള്ളതിനേക്കാൾ ഉപരി അയാൾ ക്രിയേറ്റ് ചെയ്ത ബ്യൂട്ടിഫുൾ പീസ്. ഒരു പുസ്തകം എഴുതുന്നു, ഒരു പുസ്തകം വളരെ മനോഹരമായിട്ട് ഹിറ്റായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് പേര് ഇൻസ്പയർ, നമ്മൾക്ക് വായിച്ചപ്പോൾ തന്നെ എന്ത് നല്ല പുസ്തകം, അതിലും ബെറ്റർ ആയിട്ട് എഴുതാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. ഞാൻ ടോക്ക് വൈൻഡപ്പ് ചെയ്യാണ്. AI എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ എല്ലായിടത്തും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓഫീസിലെ ബിബിൻ, ഞങ്ങൾ ഇരിക്കുന്ന നേരത്ത് ചുമ്മാ ഒരാളുടെ പേര്, എൻ്റെ പേര് കൊടുക്കുന്നു, ജോസഫ് അന്നംകുട്ടി, അയാളെ കുറിച്ച് ഒരു പാട്ട് കമ്പോസ് ചെയ്യാവോ, നല്ല ജാം, നല്ല മൂഡുള്ള പാട്ടായിരിക്കണം. ഇൻസ്ട്രക്ഷൻ കൊടുത്ത ഫ്രഷ് ആയിട്ടൊരു പാട്ട് കമ്പോസ് ചെയ്ത് തന്നായിരുന്നു. നമുക്കറിയാം മോഡിജിയുടെ ശബ്ദത്തിൽ ഇപ്പോൾ പാട്ടുകൾ പാടുന്നുണ്ട്, സുരേഷ് ഗോപിയുടെ ശബ്ദത്തിൽ പാട്ട് പാടുന്നുണ്ട്. റഹ്മാൻ തന്നെ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരു ഗായകൻ, അദ്ദേഹം മരിച്ചുപോയി. അയാളുടെ വോയിസ് AI ഉപയോഗിച്ച് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത് ആ വോയിസ് വെച്ചൊരു പാട്ട് ക്രിയേറ്റ് ചെയ്തു.
എന്നിട്ട് പാട്ട് പാടിയേണ്ട തുക മരിച്ചുപോയ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊണ്ട് കൊടുത്ത് അവരെ കേൾപ്പിച്ചിട്ട് അപ്രൂവൽ എടുത്തിട്ടാണ് അയാൾ എ റഹ്മാൻ സിനിമയിൽ ഇറക്കിയത്. അതായത് മരിച്ചുപോയ ആളുകളെ കൊണ്ട് പാട്ട് പാടിക്കാം, ആ പാട്ട് വെച്ച് പിന്നെയും ജീവിക്കാം. കാലം പോണ പോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ചെയ്യാൻ പറ്റുന്ന കാര്യം, യു ഷുഡ് ബിക്കം ബെറ്റർ ദാൻ AI. യു ഷുഡ് ബിക്കം ബെറ്റർ ദാൻ യുവർ കോമ്പറ്റീറ്റേഴ്സ് പ്രോഡക്റ്റ്. അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വർക്ക്, നിങ്ങൾ ചെയ്യുന്ന വർക്ക് മറ്റേ പുള്ളി ചെയ്ത വർക്കിനേക്കാൾ ഭംഗിയാക്കാൻ മുകളിലായിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴും നമ്മൾ ചെറുതാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വലിയ വര വരയ്ക്കുക എന്നുള്ളതാണ്. അയാളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഒരു വര അതിങ്ങനെ തൊടാതെ ചെറുതാക്കാം, നമ്മൾ വലുതാവുക എന്നുള്ളതാണ്. അതിനകത്തൊരു ഈഗോ എന്ന് പറയുന്നത് മനുഷ്യരോടുള്ള ഈഗോ അല്ല, ആർട്ടിനോടുള്ള ഈഗോ, വർക്കിലുണ്ടായിരിക്കേണ്ട ഈഗോ. ഐ ഷുഡ് ഡു ബെറ്റർ ദാൻ നോട്ട് ദാൻ ദാറ്റ് പേഴ്സൺ ബട്ട് ഹിസ് വർക്ക്.